അല്ല, സംഘടനാപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വേക്കൻസികളുണ്ടെങ്കിലും അത് നികത്താനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ തീരുമാനിക്കും. ഈ പുനഃസംഘടന ബ്ലോക്ക് മണ്ഡല തലത്തിലോ ജില്ലാ തലത്തിലും അതിനുശേഷമേ സംസ്ഥാന തലത്തിലുള്ളൂ. അല്ല, അതൊക്കെ നടന്നുകൊണ്ടിരിക്കില്ലേ ഇപ്പം പുനഃസംഘടന ബ്ലോക്ക് തലത്തിൽ? ഉത്തരം കിട്ടാനുള്ള ചോദ്യമാണെന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ പറഞ്ഞ പുനഃസംഘടന തീരുമാനിക്കുന്നതിന് ഞങ്ങൾ ബൽഗാമിൽ വെച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. 2025 പാർട്ടിയുടെ പുനഃസംഘടനയുടെ വർഷമായിരിക്കും പൊതുവായിട്ട് എല്ലായിടത്തും. അത് കേരളത്തിന് മാത്രം ബാധകമായ കാര്യമല്ല. എല്ലായിടത്തും എഫക്റ്റീവ് ആകാത്തിടങ്ങളിലൊക്കെ തന്നെ എഫക്റ്റീവായ സംവിധാനം ഉണ്ടാക്കി മുന്നോട്ട് പോകും. അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അല്ല ഇതിനകത്ത് എന്തായാലും എല്ലാ കാര്യങ്ങളും കൂടിയാലോചന കൂടിയാണ് നടക്കുന്നത്. കുറച്ചും കൂടെ കൂടിയാലോചന ശക്തമാക്കും എന്നുള്ളതിന് സംശയമില്ല. കാരണം ഇനി പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും വരികയാണ്. അപ്പോൾ നേതാക്കൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുണ്ടാവും. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏതാണ്ട് എത്താറായല്ലോ. അപ്പോൾ അതിന് വലിയ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് തുടങ്ങിയോ? നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പും എല്ലാം പ്രധാനപ്പെട്ട. ലോക്കൽ ബോഡിയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ. സാധാരണ പ്രവർത്തകൻ്റെ ഇലക്ഷൻ, ഏറ്റവും കൂടുതൽ ആൾ പങ്കെടുക്കുന്ന ഇലക്ഷൻ. അതിനുവേണ്ടി തയ്യാറെടുക്കാനുള്ള നടപടികളാണ് ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും രംഗത്താണ്. പ്രതിപക്ഷ നേതാവ് മലയോര ജാഥ നടത്തുന്നതും ആ വിഷയങ്ങളും ഒക്കെ ഉന്നയിക്കുന്നതും ഒക്കെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയെയും മുന്നണിയെയും ശക്തിപ്പെടുത്താനാണ്. KPCC എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകും. അതിവേഗത്തിൽ തന്നെ സംഘടന ഊർജ്ജസ്വലമാക്കാനുള്ള നടപടികളുണ്ടാവും. സംഘടന ഊർജ്ജസ്വലമാണെന്ന്, സംഘടന ഊർജ്ജസ്വലമല്ലെന്ന് ആരും പറയുന്നത്? അത് ദോഷൈക ദൃക്കുകളല്ലേ പറയുന്നത്. സംഘടന ഊർജ്ജസ്വലമാണ്, സംഘടന ശക്തമാണ്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഓവർ കോൺഫിഡൻസോ അതുപോലെ സംഘടന എല്ലാം ഭദ്രമാണെന്നല്ലേ മുന്നോട്ട് പോകാനല്ല പറഞ്ഞിരിക്കുന്നത്. ആവശ്യമായ ഘട്ടങ്ങളിൽ ആവശ്യമായ രീതിയിൽ എല്ലാ തലത്തിലുമുള്ള കൂടിയാലോചനകളിലൂടെ നമ്മൾ വേണ്ട തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. അതാണ് നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക വരുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? പരമാവധി മദ്യം ഒഴിവാക്കി സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. പ്രകടന പത്രിക വായിച്ചു നോക്കും. മദ്യഷാപ്പുകൾ പൂട്ടി സ്കൂളുകൾ തുറക്കാനുള്ള സമയം. ഇപ്പം ഈ സർക്കാർ അനുവദിച്ച മദ്യഷാപ്പുകളുടെ എണ്ണം സർവ്വകാല റെക്കോർഡാണ്. ഒരു ഭാഗത്ത് മദ്യം, മറുഭാഗത്ത് മയക്കുമരുന്ന്. ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിലാണ് കേരളം ഇന്ന് നടന്നു നീങ്ങുന്നത്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മനസ്സാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഈ നടക്കുന്ന ക്രൂരതകൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. മയക്കുമരുന്ന് ഇത് തടയിടാനുള്ള ഒരു സംവിധാനവും ഇല്ലാന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ മെസ്സേജ് പോകുന്നത് ഞങ്ങൾ യഥേഷ്ടം മദ്യം വിളമ്പാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ള നിലയിലാണ്. ഇത് അങ്ങേയറ്റം അപകടകരമാണ്. ഏത് വിധേനയും എതിർക്കണം എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ CPIയിൽ നിന്ന് പ്രോആക്റ്റീവായിട്ടുള്ള നടപടിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഇന്നലെ എക്സൈസ് മന്ത്രി പറഞ്ഞു കേട്ടു, അതൊക്കെ ഞങ്ങൾ CPI ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് 1 മിനിറ്റ് നീട്ടും. അതിൻ്റെ അർത്ഥം നടത്തിയ ഡീല് CPIക്കും കൂടെ ഷെയർ ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല CPI പോലുള്ള പാർട്ടി അതിനകത്ത് നിൽക്കുമെന്ന്. അവരാണ് വ്യക്തമാക്കേണ്ടത്. അവരുടെ നിലപാട് സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചു. അതിനുശേഷവും ആ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന് ശേഷവും മന്ത്രി പറയുന്നത് ഈ തീരുമാനമായി ഞങ്ങൾ മുന്നോട്ട് പോകും, വേണമെങ്കിൽ നടപ്പിലാക്കും. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ഡിസ്റ്റിലറി തുടങ്ങാൻ, അതും അനധികൃതമായി കേരളത്തിൻ്റെ കുടിവെള്ളം മുട്ടിച്ച് ഡിസ്റ്റിലറി തുടങ്ങാൻ തീരുമാനിച്ചാൽ ആ തീരുമാനിക്കുന്നതിനായി നടപടി വേണം എന്ന് പറഞ്ഞാൽ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ നേരെ കുതിര കയറുകയാണ് മന്ത്രിയും കൂട്ടരും ചെയ്യുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! ഇത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, കേരളത്തെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഈ സർക്കാർ നയത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം ഉണർന്നു വരുന്നുണ്ട്. അത് ശക്തമാക്കണമെന്നാണ് തീരുമാനം. എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എന്നതിൽ സംശയം എന്താ? ഉന്നയിക്കുക മാത്രമല്ല, ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ശക്തമായി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം പോകുന്നത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് വേണമെന്ന് പറഞ്ഞാൽ അതും സ്വീകാര്യമായ കാര്യമാണ്. കുറേ കൂടി ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകണം. പക്ഷേ പ്രതിപക്ഷം ശരിയായ ദിശയിലാണ് കേരളത്തിൽ പോകുന്നതാണ് എൻ്റെ വിശ്വാസം.